ഡോക്ടർ മോഹൻ വർഗീസ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. രാജ്യാന്തര വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഈ ഇസ്രായേലിലെ ഈ ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയിട്ടുള്ള ഇറാന്റെ മിസൈൽ ആക്രമണം, അവിടെ ആണവ വികിരണമില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നതും ആണവ രാജ്യാന്തര ഏജൻസി പറയുന്നതും അത്തരത്തിലാണ്. പക്ഷേ അതൊരു നല്ല സൂചനയല്ലല്ലോ. മാത്രമല്ല, ഇതിനിടയിൽ 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് തുറക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് അന്ത്യശാസനമൊക്കെ നൽകുന്നു. ഇത് ഈ പെട്ടെന്ന് തീരുമെന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മൾ ഓരോരുത്തരും. ഇത് അങ്ങനെ പെട്ടെന്ന് തീരുമെന്ന് കരുതാൻ കഴിയുമോ? ആണവ നിലയങ്ങളിലേക്ക് ആദ്യമായിട്ടല്ല ആക്രമണം നടക്കുന്നത്. 2015 ജൂണിൽ നഥാൻസിലെയും ഫർദോയിലെയും ഇസ്ഫഹാനിലെയും ആണവ നിലയങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയ ഏതാണ്ട് യുദ്ധത്തിന്റെ അവസാന സ്റ്റേജിലാണ് 2025. ഇപ്പോൾ വീണ്ടും നഥാൻസ് ആക്രമണ വിധേയമായിരിക്കുന്നു. 2 ആഴ്ച മുൻപ് യുദ്ധത്തിന്റെ ഇടയിൽ വീണ്ടും ആക്രമണ വിധേയമായതാണ്. അതുകൊണ്ട് നിരന്തരമായ ആക്രമണം ഉണ്ടാകുമ്പോൾ ആണവ വികിരണം ഉണ്ടാകുമെന്ന ഭയപ്പാടുണ്ട് ലോകത്തിന്. പക്ഷേ അത് സംഭവിച്ചതായി സ്ഥിരീകരിക്കത്തക്ക തെളിവുകളൊന്നും തന്നെയില്ല. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ നിഗമനങ്ങൾ അനുസരിച്ച് ശക്തമായ ആക്രമണം നടന്നുവെങ്കിലും ആണവ വികിരണങ്ങളില്ല എന്നതാണ് ഭാഗ്യം. രണ്ടാമത്തെ കാര്യം, ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ, ബലം പ്രയോഗിച്ച് തുറക്കാൻ അമേരിക്ക ഒരു നിർദ്ദേശം നൽകിയിരുന്നു 2 ദിവസം മുൻപ്. അത് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു ബലപ്രയോഗ ആഹ്വാനമാണ്. എന്തുകൊണ്ട് നേറ്റോ സഖ്യകക്ഷികൾ തങ്ങളോടൊപ്പം ചേരുന്നില്ല? എന്തുകൊണ്ട് റഷ്യക്കും ചൈനയ്ക്കും കൂടി കടന്നു വരും? ഇതെല്ലാവരുടെയും ആവശ്യമല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് യുദ്ധക്കപ്പലുകൾ അയക്കുന്നില്ല? ഒരുമിച്ച് ബലപ്രയോഗത്തിലൂടെ ഹോർമൂസ് കടലിടുക്ക് തുറന്നിടാം. ആദ്യം ട്രംപിന്റെ പ്രപ്പോസൽ അനുസരിച്ച് ആദ്യം താഴ്ന്നു പറക്കുന്ന യുദ്ധ വിമാനങ്ങൾ ഉപരിതലത്തിലുള്ള എല്ലാ ഒബ്ജക്റ്റുകളെയും തച്ചുടയ്ക്കുകയും ഷിപ്പുകൾ തകർക്കുകയും, പോസിബിൾ ഇറാനിയൻ ഷിപ്സ്, ഗൺ ബോട്ടുകളെല്ലാം തകർക്കുകയും പിന്നീട് അപ്പാച്ചെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ സുഗമമാക്കുകയും ചെയ്തതിനു ശേഷം അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് ഹോർമൂസിലേക്ക് കടന്നു വരാനാവും. മൈൻവാരി കപ്പലുകൾ, മൈനുകൾ മുഴുവൻ മാറ്റിയതിനു ശേഷം യുദ്ധക്കപ്പലുകൾ കടന്നു വരാനാവും എന്ന രീതിയിൽ അതിനുശേഷം ചരക്ക് കപ്പലുകൾക്ക് സുഗമമായി കടന്നു പോകാനുള്ള പാതയൊരുക്കും എന്നതായിരുന്നു ഒറിജിനൽ പ്രപ്പോസൽ. പക്ഷേ യൂറോപ്യൻ സഖ്യകക്ഷികൾ, അമേരിക്കയുടെ നേറ്റോ സഖ്യകക്ഷികൾ അതിനോട് തീരെ അനുരൂപമായിട്ടല്ല പ്രവർത്തിച്ചതും പ്രതികരിച്ചതും. യുദ്ധ സന്നാഹങ്ങൾ ഒരുക്കുന്നതിൽ തങ്ങളുടെ പിന്തുണ ഉണ്ടാവില്ല, അതേസമയം സമാധാന ദൗത്യങ്ങൾക്ക് തങ്ങളുടെ പിന്തുണ ഉണ്ടാകും എന്ന രീതിയിലാണ് ഹോർമൂസ് തുറക്കേണ്ടത് ആവശ്യകതയെക്കുറിച്ച് പറയുമ്പോഴും ട്രംപിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്, അമേരിക്ക സൈന്യത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ യൂറോപ്യൻ ശക്തികൾ വിസമ്മതിച്ചു. വലിയ അലോസരമാണ് ട്രംപിന് ഉണ്ടായത്. അതുകൊണ്ടാവാം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഹോർമൂസ് കടലിടുക്ക് എല്ലാവരുടെയും ആവശ്യമാണ്, ഞങ്ങളുടെ ആവശ്യമല്ല. പ്രത്യേകിച്ച് ചൈനയുടെയും ജപ്പാന്റെയും ഒക്കെ ആവശ്യമാണ്. അവിടെ നിന്നും എണ്ണ കൊണ്ടുപോകേണ്ടത് ചൈനയുടെ ആവശ്യത്തിന്റെ 90%, ജപ്പാന്റെ ഊർജ്ജ ആവശ്യത്തിന്റെ 95% കടന്നു പോകേണ്ടത് ഹോർമൂസിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ചേർന്നുകൊണ്ട് ഹോർമൂസ് സുരക്ഷിതമാക്കി വെക്കുക, തങ്ങൾക്ക് മാത്രമായി അതിലൊരു ഗൂഢലക്ഷ്യമില്ല എന്ന് അമേരിക്ക തുറന്നു പറയുകയാണ്. അതോടൊപ്പം തന്നെ പറയുന്നു, മറ്റൊരു കമ്മ്യൂണിക്കേഷനിൽ ട്രംപ് പറയുന്നത് യുദ്ധം ഏതാണ്ട് പൂർണ്ണതയിൽ എത്തുകയാണ്, തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ പൂർത്തീകരണത്തിന്റെ ഒരു പാതയിലാണ്. അതുകൊണ്ട് അധികം മുന്നോട്ട് പോവില്ല യുദ്ധം. തങ്ങൾ ഉദ്ദേശിച്ച മാണവ ശേഖരം തകർത്തു കഴിഞ്ഞു. ഇറാന്റെ മിസൈൽ സിറ്റീസ് എന്ന് പറയുന്ന മിസൈൽ ശേഖരങ്ങളുടെ വലിയ പങ്ക് നശിപ്പിച്ചു കഴിഞ്ഞു. ഇറാൻ പ്രോക്സികളെ കാര്യമായി സഹായിക്കാവുന്ന തോതിലല്ല. അതുകൊണ്ട് യുദ്ധം ഒരുപക്ഷെ അവസാനിക്കും എന്ന പ്രതീക്ഷയാണ്. പക്ഷേ ഇറാൻ അതൊന്നും ചെവിക്കൊണ്ട മട്ടില്ല. ഇറാൻ വലിയ തോതിലുള്ള ആക്രമണമാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് UAE-യിലേക്ക്, അജ്മാനിലേക്കും ഫ്യുജറയിലേക്കും ഒക്കെ വൻ ആക്രമണമാണ് കഴിഞ്ഞ രാത്രി അടിച്ചുവിട്ടത്. അതുമാത്രമല്ല, ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചുകൊണ്ട് ഏതാണ്ട് 4000 കിലോമീറ്റർ അകലെയുള്ള ബ്രിട്ടീഷ് അമേരിക്കൻ സേനാ താവളമായ, സംയുക്ത നാവിക വ്യോമ താവളമായ ഡീഗോ ഗാർഷ്യ, ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലെ മൗറീഷ്യസിന് സമീപമുള്ള ഡീഗോ ഗാർഷ്യ ദ്വീപിലേക്ക് ഇതായിക്കാണ്. കേവലം 25-30 കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഡീഗോ ഗാർഷ്യ വളരെ സുരക്ഷിതമായ മേഖലയായി അമേരിക്ക കരുതപ്പെട്ട ഒരു മേഖലയാണ്. അത് മുഖ്യ ഭൂഖണ്ഡങ്ങളിൽ നിന്നും, ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നുമെല്ലാം ഏറെ അകലെ കിടക്കുന്ന പ്രദേശത്തേക്ക് 2 മിസൈൽ അയക്കാൻ ഇറാൻ ധൈര്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇറാന്റെ പോരാട്ട ശേഷി പൂർണ്ണമായി അവസാനിച്ചു എന്ന് കരുതാനും ആവില്ല. അമേരിക്കയുടെ നിരന്തരമായ ക്ലെയിമാണ്, ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ക്ലെയിമാണ്, ഇറാനിന് അധിക പ്രഹരശേഷി ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരുപക്ഷെ പ്ലാനുകൾ റിവ്യൂ ചെയ്യപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനില്ല. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇറാന്റെ കപ്പലുകൾ ലോകത്തെ വിവിധ കടലുകളിലായി എണ്ണയുമായി കുരുങ്ങിക്കിടക്കുന്ന കപ്പലുകൾ ഓൾറെഡി അത് ഇറാൻ തീരം വിട്ട കപ്പലുകളാണ്. ആ കപ്പലുകളിലുള്ള ഏതാണ്ട് 14 കോടി ബാരൽ
എണ്ണ ലോക വിപണികളിൽ എത്താനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു. അതിനെതിരെയുള്ള ഉപരോധം അമേരിക്ക പിൻവലിക്കുന്നത് കണ്ടു. അതുകൊണ്ട് ബ്ലോ ഇറ്റ് ഹോട്ട് ആൻഡ് ബ്ലോ ഇറ്റ് കോൾഡ് എന്നൊരു പോളിസിയാണ്. ഒരു നിമിഷം ഇറാന് ഒരുപക്ഷെ നിലനിൽക്കാനുള്ള അവകാശമുണ്ട്, ഇറാൻ എണ്ണ വിറ്റുകൊള്ളട്ടെ, അങ്ങനെ എണ്ണ ഷോക്കിൽ നിന്നും ലോകം മാറട്ടെ, ലോക വിപണികളിൽ എണ്ണ വില തീ പിടിക്കാതിരിക്കട്ടെ എന്ന ഒരു സമമായ നിർദ്ദേശം അമേരിക്ക കൊണ്ടുവരുമ്പോൾ മറുപക്ഷത്ത് ഇറാനെതിരെ സമ്പൂർണ്ണമായ ആക്രമണം അഴിച്ചുവിടുകയാണ്. അതുകൊണ്ട് രണ്ട് സ്വരത്തിൽ സംസാരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെയാണ് ഇപ്പോൾ കാണുന്നത്. റൈറ്റ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ മോഹൻ വർഗീസ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇറാൻ ഇതൊന്നും ചെവിക്കൊണ്ട മട്ടില്ല എന്ന് തോന്നുന്നു. വളരെ പെട്ടെന്ന് ഇതൊരു അവസാനത്തിലേക്ക് എത്തുമെന്ന് കരുതുകയും പ്രയാസകരമാണ്. എന്നാലും ആക്രമണം അത് ഇസ്രായേലിലെ ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു. ആണവ കേന്ദ്രത്തിൽ കേടുപാടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കൂറ്റൻ കെട്ടിടങ്ങൾ ഉൾപ്പെടെ വളരെ സാരമായി കേടുപാട് സംഭവിച്ച സാഹചര്യമുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു. അങ്ങനെ ഗുരുതരമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് പശ്ചിമേഷ്യയിൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.